ഇപ്പോഴേ എന്നാത്തിന് ഡേയ്സമ്മ പിടച്ചു വരുന്നത്? നമ്മൾ വൈകുന്നേരത്തല്ലേ പോകുന്നുള്ളൂ. പോകുന്നത് വൈകുന്നേരത്താണെങ്കിലും രാവിലെ തന്നെ ജോലിയെല്ലാം ഒതുക്കി വെക്കുന്നതല്ലേ അമ്മച്ചി നല്ലത്. ഉച്ച കഴിഞ്ഞ് ഹൗസ് ഓണർ വരും. അയാൾക്ക് ഈ വീട്ടിലെ ഫർണിച്ചറും മറ്റു സാധനങ്ങളും എല്ലാം എണ്ണി തിട്ടം വരുത്തി കൊടുക്കണം. അതിനൊക്കെ ഒരുപാട് സമയം വരില്ലേ? അതിനു മുമ്പ് നമ്മുടെ ജോലികളെല്ലാം ഒതുക്കി വെക്കുന്നതാ നല്ലത്. ഓ, എനിക്ക് എന്നാ ഉള്ളത്? എന്റെ വേദപുസ്തകവും കൊന്തയും, പിന്നെ 2-3 ജോഡി ഡ്രസ്സും മരുന്ന് കുപ്പിയും, അല്ലാണ്ട് എനിക്കൊന്നുമില്ല. ആ, അതൊക്കെ ഇപ്പൊ പറയും. പക്ഷെ പോകാൻ നേരത്ത് അമ്മച്ചിയായിരിക്കും ഇവിടെ ഒന്നും തയ്യാറാവാതെ നിൽക്കുന്നത്. അതെന്നാ വർത്തമാനോടി നീ പറയുന്നേ? എനിക്കെല്ലാം കൂടി ഒരു 5 രൂപ കൂടിനകത്ത് കൊള്ളുന്ന സാധനങ്ങളേ ഉള്ളൂ. ആ പിന്നെ എന്റെ കിടക്കയുടെ കീഴേന്നേ ആ ട്രങ്ക് പെട്ടി എടുക്കണം. അതിനകത്താ ഈരാറ്റുപേട്ടിലെ പ്രമാണത്തിന്റെ പകർപ്പ് മുഴുവൻ ഉള്ളത്. കണ്ടോ കണ്ടോ, ഇനിയിപ്പൊ ഇങ്ങനെ ഓരോന്ന് പുറത്തു വരും. അവസാനം അമ്മച്ചിയുടെ സാധനങ്ങൾ കൊണ്ടുപോകാൻ തന്നെ ഇവിടുന്ന് വേറൊരു വണ്ടി വിളിക്കേണ്ടി വരും. ഓ, അങ്ങനെ നീ എന്നെ കളിയാക്കൊന്നും വേണ്ട. നിന്റെ മോന്റെ വണ്ടിയിൽ എനിക്ക് ഇത്തിരി സ്ഥലം തന്നാ മതി. എന്താ അമ്മച്ചിയുടെ പരാതി? ഇപ്പോഴേ ഇതൊന്നും റെഡിയാക്കണ്ടെന്ന് അമ്മച്ചിയുടെ പറച്ചില്. ഇനിയും സമയമുണ്ടല്ലോന്ന്. അത് വേണ്ട അമ്മച്ചി, നേരത്തെ റെഡിയായിരുന്നോ? ഹൗസ് ഓണർ വന്ന് എല്ലാം സെറ്റിലായി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഇറങ്ങാമല്ലോ. ആരാടാ ജോക്കൂട്ടാ? അറിയില്ല, ചിലപ്പോ ഹൗസ് ഓണർ ആയിരിക്കും. ഹലോ ഹലോ, ജോബൻ ഡോക്ടർ അല്ലേ? ഞാൻ അപ്പുവാ. കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി. ഡോക്ടർ ഇന്ന് ഷിഫ്റ്റ് ചെയ്യുകയാണെന്ന് അറിഞ്ഞു. അതിനു മുമ്പ് നമുക്ക് തമ്മിലൊന്ന് കാണണമല്ലോ. അത്യാവശ്യമാണ്. പക്ഷേ അത് മറ്റാരും അറിയാനും പാടില്ല. നിങ്ങൾ എവിടെന്നാ സംസാരിക്കുന്നത്? അത് പറയാം. ഡോക്ടറിന്റെ മൊബൈലിലേക്ക് ഇപ്പോൾ ഒരു ലൊക്കേഷൻ മാപ്പ് വരും. അവിടെ വരെ അത്യാവശ്യമായിട്ടൊന്ന് വരണം. സംഗതി അർജന്റാ. എന്താ ഡോക്ടറെ, വരുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല. പക്ഷെ ഒരു കാര്യം, വരുന്നത് ഡോക്ടർ തനിച്ചാവണമെന്ന് മാത്രം. അതുപോലെ മറ്റാരെയും ഈ വിവരം ഇൻഫോം ചെയ്യാൻ പാടില്ല ഇവിടെ വരുന്നത് വരെ. ഞാൻ പറഞ്ഞ മനസ്സിലായോ ഡോക്ടർക്ക്? ഓക്കെ, മനസ്സിലായി. ഞാനിപ്പോൾ തന്നെ ലൊക്കേഷൻ മാപ്പ് ഇടാം. ഡോക്ടർ കഴിവതും വേഗം എത്തിച്ചേരെ. ആ ശരി. ആരാ ജോബിൻ? അത് എൻ്റെ ഒരു ഫ്രണ്ടാ. പോകുന്നതിന് മുമ്പ് അയാളൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാനേ ഒന്ന് പുറത്തു പോയിട്ട് വരാം. ഏത് ഫ്രണ്ട്? എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാ. ഞാനേ ഇപ്പൊ വരാം മമ്മി. എന്നാത്തിനാ ഡേയ്സമ്മ അവൻ ഇത്രയും ധൃതി പോയത്? എനിക്കറിയില്ല. ഇനി ഇന്നെങ്ങാനും പോക്ക് നടക്കുവോ? എന്നതാണേലും സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാം. മാളുവിന്റെ ജീവിതത്തിൽ വളരെ ആകസ്മികവും അപ്രതീക്ഷിതവുമായ ഒരു പോയിന്റിൽ വെച്ച് നിങ്ങളെ അവൾ പരിചയപ്പെടുന്നത്. ഒന്നുകൂടി ആലങ്കാരികമായി പറഞ്ഞാൽ തീർത്തും നാടകീയമായ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചുറ്റുമുള്ളതിനോടൊക്കെ കലഹിച്ച് അബോധത്തിലേക്ക് പോയ അവളുടെ മനസ്സ് ബോധത്തിലേക്ക് ഉണരുമ്പോൾ അവൾക്ക് മുന്നിൽ ഒരു പുതിയ പ്രതീക്ഷയായി ജോബിൻ എന്ന ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ആ പ്രതീക്ഷയുടെ വെളിച്ചം തുടങ്ങുന്നതിൽ നിന്ന് അവൾ പിന്നീടുള്ള ജീവിതത്തിലേക്ക് നടന്നു കയറിയത്. അപ്പോൾ തൻ്റെ ആരാണെന്ന് മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം തൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ടതെന്ന് അവളുടെ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണമാണ് ജോബിൻ എന്ന സുഹൃത്ത്. അതുകൊണ്ടാവണം ആ സൗഹൃദം പെട്ടെന്ന് തന്നെ ഒരു പ്രണയത്തിലേക്ക് വഴിമാറിയതും പിന്നീട് അതൊരു വിവാഹത്തിലേക്ക് കലാശിച്ചതും. പിന്നീട് അതിനു പാരലായി മാളുവിൻ്റെ മനസ്സ് മറ്റൊരു മുന്നൊരുക്കം കൂടി നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരാണാവാനുള്ള തയ്യാറെടുപ്പിലാണെന്നും ആ ആൺസൗഹൃദം തന്നിലേക്കൊരു പ്രണയമയം വളരുതെന്നും മാളു തീവ്രമായി ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടുകൂടിയേ ജോബിനോടുള്ള അവരുടെ പ്രണയം ശക്തമായത്. ഞാൻ പറഞ്ഞു വരുന്നത് ഡോക്ടർക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട് ഡോക്ടർ. താങ്കൾ പറയുന്ന റൂട്ട് വളരെ കൃത്യമാണ്. ഇനി മാളുവിന്റെ മറ്റൊരു പ്രത്യേകത ഞാൻ ഒബ്സർവ് ചെയ്തത്, താൻ സ്നേഹിക്കുന്നവരാരും തന്നെക്കാൾ കൂടുതൽ മറ്റാരെയും സ്നേഹിക്കരുതെന്ന വാശിയും അവളുടെ ഉപബോധ മനസ്സിലുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, താൻ അപ്പുവിനെ സ്നേഹിക്കുന്ന അത്ര ജോബിനോ ജോബിന്റെ മമ്മിയോ അപ്പുവിനെ സ്നേഹിക്കാൻ പാടില്ല.
അപ്പു തന്നെ സ്നേഹിക്കുന്നതിന്റെ അത്ര ജോബിനോ ജോബിന്റെ മമ്മിയോ സ്നേഹിക്കാൻ പാടില്ല. അങ്ങനെ ഒരു പൊസസീവ് എലമെന്റ് മാളുവിന്റെ ഉപബോധ മനസ്സിൽ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഒരു ഘട്ടത്തിൽ ജോബിനും അപ്പുവുമായുള്ള സൗഹൃദത്തിന് പോലും അവൾ ചില അതിർവരമ്പുകൾ നിശ്ചയിച്ചിരുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അപ്പു ആതിരയുമായി പ്രണയത്തിലായപ്പോഴാണ്. അപ്പുവിനൊരു കുടുംബജീവിതം വേണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച വ്യക്തി മാളുവ. പക്ഷെ ആതിരയെ അപ്പു തന്നെക്കാൾ സ്നേഹിക്കുന്നു എന്നറിഞ്ഞപ്പോ അവൾ അസ്വസ്ഥയാവുകയും ചെയ്തു. അങ്ങനൊരു പൊസസീവ് എലമെന്റ് മാളുവിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അത് പലപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ളതുവാ. അവിടെയാണ് ഇനി അവളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ടെസ്റ്റ് സംഭവിക്കുന്നത്. ഒരു കൊളീഗ് എന്ന നിലയിൽ ഡോക്ടർ ജോബിന് ഡോക്ടർ അലീനയുമായിട്ടുള്ള സൗഹൃദം മാളുവിന് പ്രശ്നമേ ആയിരുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാ. പക്ഷെ ആ സൗഹൃദത്തിന് ഒരു പൂർവ്വകാല കഥയുണ്ടെന്നും ആ കഥയിൽ നിങ്ങൾ പ്രണയബദ്ധരാണെന്നും അറിഞ്ഞപ്പോ അത് ശരിക്കും മാളുവിനെ തളർത്തിക്കളഞ്ഞു. ആ ഇൻസിഡന്റിനേക്കാളും മാളവിക കൂടുതൽ അസ്വസ്ഥയായത് ആ കാര്യം നിങ്ങൾ അവളിൽ നിന്നും നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മമ്മിയിൽ നിന്നും മറച്ചു വെച്ചു എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് ഡോക്ടർ, എനിക്കത് മനസ്സിലായി. പക്ഷേ മാളുവിൻ്റെ ഈ പൊസസീവ്നെസ് പേടിച്ചിട്ട് ഞാൻ അലീനയുമായുള്ള ഹിസ്റ്ററി മാളുവിനോട് തുറന്നു പറയാത്തത്. പക്ഷേ അത് ഇത്ര വലിയ കുരുക്കാവൂന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതൊക്കെ സാധാരണ. അതുകൊണ്ടാണല്ലോ ബുദ്ധിയുള്ളവർ മനുഷ്യ മനസ്സിനെ ഒരു മരഞ്ചാടി കുരങ്ങിനോട് ഉപമിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഒരു വികൃതി കുരങ്ങ് തന്നെയാ നമ്മുടെ മനസ്സ്. അതിനെ പരിശീലിപ്പിച്ച് അടക്കി നമ്മുടെ ഇംഗിതങ്ങൾക്ക് മാത്രം വഴക്കിയെടുക്കുന്നിടത്താ ഒരു മനുഷ്യൻ ജീവിതത്തിൽ സക്സസ് ആവുന്നത്. ഞാൻ പറഞ്ഞു വന്നത് മാളുവിന്റെ മനസ്സ് എന്തുകൊണ്ടാണ് അപ്പുവിലേക്ക് കൂടുതൽ സ്റ്റിക്ക് ഓൺ ചെയ്തു എന്നതിന്റെ റീസണ്. അതൊരിക്കലും നിങ്ങൾ ആരും കരുതുന്നത് പോലെ ഒരു ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയിരുന്നില്ല. സ്നേഹിച്ചവരെല്ലാവരും തന്നെ ജീവിതത്തിൽ ഒറ്റപ്പെടുത്തി എന്നുള്ള തിരിച്ചറിവിലോ തെറ്റിദ്ധാരണയിലോ, യെസ്, നമുക്ക് അങ്ങനെ വേണം പറയാൻ, മാളു സ്വയം ഒരു സുരക്ഷാ കവചം ഒരുക്കുകയായിരുന്നു. അതിലേക്ക് ജനനം മുതൽ തന്റെ ഒപ്പമുണ്ടായിരുന്ന ആത്മാർത്ഥ സുഹൃത്തിനെ മാത്രം അവൾ അക്കോമഡേറ്റ് ചെയ്തു. പക്ഷെ അവൾ വിചാരിച്ചത്ര സാമീപ്യം അപ്പോൾ നിന്ന് അവൾക്ക് കിട്ടിയതുമില്ല. അതുകൊണ്ടൊക്കെ തന്നെ ആവണം അവളുടെ പഴയ മനസ്സ് ഇങ്ങനൊരു ഡിപ്രഷന്റെ ഡാർക്ക്നെസ്സിലേക്ക് അവളെ നയിച്ചത്. അവളെ വീണ്ടും ജീവിതത്തിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ ശ്രമകരമായിരുന്നു കേട്ടോ. അതിലൊരു കാര്യം കൂടി എനിക്ക് മനസ്സിലായത്, എല്ലാത്തിനും അപ്പുറം അവൾ ജോബിനിൽ കണ്ട ഏറ്റവും വലിയ തെറ്റ് അപ്പുവുമായുള്ള അവളുടെ സിൻസിയർ റിലേഷനെ വേറൊരു തലത്തിൽ ജോബിൻ തെറ്റിദ്ധരിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നതാണ്. അവിടെയാ അവൾ പൂർണ്ണമായും തകർന്നുപോയത്. എനിക്കതറിയാം ഡോക്ടർ. പക്ഷെ അന്നേരത്തെ ഒരു വാശിയിലും ദേഷ്യത്തിലും ഞാനതൊരു ട്രംപ് കാർഡായി എടുക്കുകയായിരുന്നു. അതിനെങ്ങനെയാണ് മാളുവിനോട് മാപ്പ് ചോദിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ആ ഒരു ജംഗ്ഷന് മാളുവിന്റെ മനസ്സിൽ ഇപ്പോഴും ഒരു കരടായി നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ആ ഒരു കരട് മാറണമെങ്കിൽ അത് ഞങ്ങൾ ആരും വിചാരിച്ചിട്ട് കാര്യമില്ല, ജോബിൻ തന്നെ വിചാരിക്കണം. പറയൂ ഡോക്ടർ, അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ സൈഡിൽ നിന്ന് എന്തിനും ഞാൻ റെഡിയാ. നമുക്ക് നോക്കാം. ഞാൻ മിസ്റ്റർ ജോബിനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയായിരുന്നു. എന്നിട്ട് എന്തായി? ഡോക്ടറെ കൺവിൻസ്ഡ് ആയോ? അതോ ഇപ്പോഴും അപ്പും മാളുവും ഒരുമിച്ച് ജീവിച്ചോട്ടെ എന്ന ലൈനിലാണോ? അങ്ങനെ മൈൻഡ് പ്രീസെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആളൊന്നുമല്ല ഞാൻ. അതെനിക്ക് മനസ്സിലായി. ഐ എം റിയലി സോറി അപ്പു. നിങ്ങളുടെ സൗഹൃദത്തിൻ്റെ ഇൻറ്റൻസിറ്റി ഏറ്റവും അടുത്ത് നിന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. എന്നിട്ടും അതിനെ വല്ലാത്തൊരു രീതിയിൽ കളർ ചെയ്തതിന് എന്നോട് ക്ഷമിക്കപ്പോ. ക്ഷമ ചോദിക്കേണ്ടത് എന്നോടല്ല ഡോക്ടർ. അങ്ങനെ ഒരാൾ അപ്പുറത്ത് നിൽപ്പുണ്ട്. വളരെ പ്രയാസപ്പെട്ട മാളുവിനെ ഡോക്ടർ ഇപ്പൊ കാണാൻ പോകുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത്. ഒരു അപേക്ഷയുള്ളൂ, തുറന്ന് സംസാരിക്കുന്നത് അവളെ വേദനിപ്പിക്കാനാവരുത്. അങ്ങനെ ഒരു ഉറപ്പ് ഡോക്ടർക്കുണ്ടെങ്കിൽ പോയി അവളോട് സംസാരിക്കാം. മാളു വരൂ. ചെല്ലു ജോബിൻ. അപ്പ പറഞ്ഞതുപോലെ നിങ്ങൾ സാമീപ്യം അവൾ ആഗ്രഹിക്കുന്നുണ്ടാവും. ചെല്ല്. മാളു,
ഡോക്ടർ ഇന്ന് വരുന്ന എനിക്കറിയായിരുന്നു. അപ്പുനെ കണ്ടോ? കണ്ടു. അപ്പുവിനെ മാത്രമല്ല, ഡോക്ടറിനെയും കണ്ടു. ഡോക്ടർ എന്ത് പറഞ്ഞു? എല്ലാം പറഞ്ഞു. കേട്ടിട്ട് എന്ത് തോന്നുന്നു? ഈ ഭ്രാന്തി പെണ്ണിനെ ഒപ്പം കൂട്ടിയത് അബദ്ധായി എന്ന് തോന്നിയോ? എന്താ ഡോക്ടർ, പറയൂ. അങ്ങനെ തോന്നിയെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ തുറന്നു പറഞ്ഞോളൂ. ഇല്ല, അബദ്ധമായി എന്നല്ല, അതെന്റെ ഭാഗ്യമായിട്ടേ തോന്നിയിട്ടുള്ളൂ. അപ്പു തന്റെ ആരാണെന്ന് ആരും പറയാതെ എനിക്കറിയാമായിരുന്നു. എന്നിട്ടും പവിത്രമായ ആ ബന്ധത്തെ ഒരു കാരണവുമില്ലാതെ സംശയിച്ചു പോയതിന്, മറ്റുള്ളവരുടെ മുമ്പിൽ നിറം പിടിപ്പിച്ചൊരു നുണക്കഥയായി അത് ഉറക്കെ വിളിച്ചു പറഞ്ഞു പോയതിന് എങ്ങനെയാ മാളു ഞാൻ തന്നോട് മാപ്പ് ചോദിക്കേണ്ടത്? താൻ എന്നോട് ക്ഷമിച്ചാൽ പോലും തീരാവുന്നൊരു തെറ്റല്ലാതെന്ന് എനിക്കറിയാം. എങ്കിലും ആത്മാർത്ഥമായിട്ട് ഞാൻ ചോദിക്കുക, എന്നോട് ക്ഷമിക്കില്ലേ താൻ? ക്ഷമ ചോദിക്കേണ്ട ഞാനല്ലേ ഡോക്ടർ? എല്ലാരും വേദനിപ്പിച്ചുകൊണ്ട് ഞാനിങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയതിന്? ഒരിക്കലുമല്ല. മാളുവിന്റെ പക്ഷത്ത് നിന്ന് നോക്കുമ്പോൾ താൻ ചെയ്തൊക്കെ ശരിയാ. ആരും മനസ്സിലാക്കാതെ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഇങ്ങനൊരു ചോയ്സ് തിരഞ്ഞെടുക്കുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. അതുകൊണ്ട് തന്നെ മാളു എന്നോട് മാപ്പ് ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പോ ഞാനും ഒരുമിച്ചൊരു ജീവിതം തുടങ്ങിന്ന് എൻ്റെ അച്ഛനും അമ്മയും ഒരു വേള വീപ്പി അങ്കിളും ഗീതാൻ്റെ ഒക്കെ വിശ്വസിക്കുന്നുണ്ടാവും. പക്ഷേ ഡേസി ആൻറ്റി അത് വിശ്വസിച്ചോ? അതാ എനിക്കറിയേണ്ടത്. ഇല്ല, തന്റെ ഗസ് ശരിയാ. മമ്മി ഇപ്പോഴും നിങ്ങൾ അങ്ങനൊരു ജീവിതം തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിച്ചിട്ടില്ല, വിശ്വസിക്കുകയില്ല. ഡോക്ടറോ? പറയൂ ഡോക്ടർ, ഡോക്ടറും വിശ്വസിച്ചു അല്ലേ? വിശ്വസിച്ചു. അതിന് കാരണം മാളുവിന്റെ ഡിവോഴ്സ് പെറ്റീഷൻ തന്നെയാ. ഡോക്ടർ ജോബിൻ എന്റെയും അപ്പുവിന്റെയും റിലേഷന് ചാർത്തി തന്ന ആ ടാഗ്ലൈനിൽ തന്നെ അങ്ങനൊരു പെറ്റീഷനിലൂടെ ഡോക്ടർക്ക് മറുപടി പറയണമെന്ന് എനിക്ക് തോന്നി. യെസ്, അതിൽ താൻ വിജയിച്ചല്ലോ. ഞാൻ മത്സരിച്ച് ജയിക്കാനായിരുന്നില്ല ഡോക്ടർ, തോൽക്കാതെ പരമാവധി പിടിച്ചു നിൽക്കാനായിരുന്നു. അതിന് തന്നെയാ ജയം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ മാള് തന്നെയാ ഈ ഗെയിമിലെ വിന്നർ. അലീനെ പിന്നെ കണ്ടിരുന്നോ? കണ്ടിരുന്നു. ഹിമയെ കാണാൻ അവരുടെ ഓഫീസിൽ ചെന്നപ്പോൾ അലീന അവിടെ ഉണ്ടായിരുന്നു. ഞാനും അമ്മയും ഇന്നിവിടം വിടാനിരിക്കുക. എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലിൽ എനിക്കൊരു ജോലി ശരിയായിട്ടുണ്ട്. മമ്മിയും അമ്മച്ചിയും കൊണ്ട് ഞാനിന്ന് അങ്ങോട്ട് പോവുക. എന്തുപറ്റി? എപ്പോഴാ പോകുന്നത്? ഉച്ച കഴിഞ്ഞ്. ഫേർണിച്ചറൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ. തൽക്കാലം കാറിന്റെ ഡിക്കിയിൽ കൊള്ളാവുന്ന സാധനങ്ങൾ എടുത്തു. മമ്മിയും അമ്മച്ചിയും കാറിന്റെ ബാക്ക് സീറ്റിലിരിക്കും. പിന്നെയും വണ്ടിയിൽ ഒരു സീറ്റ് ഒഴിവുണ്ട്. ഒപ്പം വരാൻ മാള് വില്ലിങ് ആണെങ്കിൽ യാത്ര നമുക്ക് 4 പേർക്കും കൂടി ആവാം. എന്താ, പോരുന്നോ? പോരണമെന്നുണ്ട്, എല്ലാവരുടെയും സമ്മതത്തോടെ. എങ്കിൽ യാത്ര പിന്നൊരു ദിവസത്തേക്കാക്കാം. ഇനി സീരിയസ് ആയിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്തിനായിരുന്നു നമ്മൾ പിണങ്ങിയത്? അറിയില്ല, എനിക്കൊന്നും അറിയില്ല. ഇവിടുന്ന് മനസമാധാനമായിട്ട് പോവാൻ നീ സമ്മതിക്കുകയല്ല. എന്നാത്തിനാണാവോ ഇന്ന് തന്നെ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എന്താ മച്ചി, ഇന്ന് പോവാണോ? അതെ. എന്താ, നീ ഞങ്ങളെ യാത്ര അയക്കാൻ വന്നതാണോ? ആ, യാത്രയാക്കാൻ വേണ്ടി മാത്രമല്ല,
യാത്ര ചോദിക്കാൻ കൂടിയാ വന്നത്. ഞാനിവിടുന്ന് പോവാ അമ്മച്ചി. എന്റെ പൊന്നു കൊച്ചേ, നീ എവിടേക്ക് വേണമെങ്കിലും പൊയ്ക്കോ. പക്ഷേ അവന്റെ പിന്നാലെ മാത്രം വന്നേക്കരുത്. അതവൻ ഇഷ്ടപ്പെടുകയല്ല. ഞങ്ങൾക്കും. ഇല്ല, ആർക്കും ഒരു ശല്യമാവാതെ തന്നെ ഞാൻ മടങ്ങിപ്പോയിക്കോളാം. ഡേസി ആന്റി ഇല്ലേ ഇവിടെ? ഇന്ന് പോവാണല്ലേ ആന്റി? അതെ. ഞാനും ഇവിടുന്ന് മാറുക. അത് പറയാനല്ല വന്നത്. ആന്റി അമ്മച്ചിയും ഡോക്ടറൊക്കെ ഇവിടുന്ന് പോകുന്നതിന് മുൻപ് നിങ്ങളെ കണ്ട് പ്രധാനപ്പെട്ടൊരു കാര്യം പറയണമെന്ന് തോന്നി. അതിനാ വന്നത്. ജോബിൻ അവനൊരു സ്ഥലം വരെ പോയിരിക്കുക. ആരെയോ കണ്ട് യാത്ര പറയാനായിരിക്കും. എന്നതാ നിനക്ക് പറയാനുള്ളത്? ആന്റിയോടും ഡോക്ടറോടും ഞാൻ ചെയ്തൊരു മഹാ അപരാധത്തിന് മാപ്പ് ചോദിക്കട്ടെ ആദ്യം. ഒരിക്കലും ജോബിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റുണ്ടായിട്ടില്ല. സത്യ ആന്റി ഞാനീ പറഞ്ഞത്. ഇപ്പൊ എങ്ങനെയുണ്ട് ഡേസമ്മോ? ഞാനെന്നേ പറഞ്ഞതല്ലേ ആ കാര്യത്തിൽ നമ്മുടെ കൊച്ചൻ നിരപരാധിയാണെന്ന്. എന്നിട്ട് നീ അത് വിശ്വസിച്ചില്ലല്ലോ. ഇപ്പൊ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിച്ചപ്പോ നിനക്ക് വിശ്വാസമായില്ലേ? പിന്നെ എന്തിനായിരുന്നു നീ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്? പറയേ, എന്തിനായിരുന്നു അങ്ങനെ ഒരു കള്ളം പറഞ്ഞതെന്ന്? എന്റെ മോനെ എല്ലാവരുടെയും മുന്നിൽ നാണം കെടുത്തിയത് എന്തിനാന്ന്? എന്റെ സ്വാർത്ഥതയായിരുന്നു ആന്റി. മാളൂനെ പോലൊരു പെണ്ണിനെ സ്നേഹിച്ചത് കൊണ്ട് ജോബിന്റെ ജീവിതം ഇല്ലാതാകരുത്. ജോബിന് എന്നെ ഇഷ്ടമല്ലെന്ന് എനിക്കറിയായിരുന്നു. എങ്കിലും ആന്റിയുടെ മോനെ പോലെ നല്ലൊരു മനുഷ്യനെ കൈവിട്ട് കളയാൻ എന്റെ മനസ്സ് അനുവദിച്ചില്ല. അതിനുവേണ്ടി ഇങ്ങനൊരു കള്ളം പറഞ്ഞുണ്ടാക്കിയ ആന്റിയെങ്കിലും പറഞ്ഞ് ജോബിന്റെ മനസ്സ് മാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഒക്കെ എന്റെ മണ്ടത്തര ആന്റി. ഞാൻ പറഞ്ഞല്ലോ, ഇഷ്ടപ്പെട്ടത് കൈവിട്ട് കളയാനുള്ള മടികൊണ്ട് അത് സ്വന്തമാക്കാൻ എന്ത് കുബുദ്ധിയും പ്രയോഗിക്കും. ചെറുപ്പത്തിൽ എനിക്ക് അങ്ങനൊരു ശീലം ഉള്ളതാണെന്ന് പപ്പയും മമ്മിയും പറയാറുണ്ട്. അതാ ഈ കാര്യത്തിലും സംഭവിച്ചത്. അതെന്നതായാലും നല്ലൊരു സുഖേടല്ല. ഇനിയെങ്കിലും കൊള്ളാവുന്ന കുടുംബത്തിൽ പിറന്ന കൊച്ചമ്മമാർക്ക് പേരുദോഷം ഉണ്ടാവനെ ഇതുപോലെ മെനകെട്ട കഥകളും കൊണ്ട് ഇറങ്ങരുത് പെണ്ണെ. ഇല്ല അമ്മച്ചി, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ആവർത്തിക്കില്ല. ജോബിനോടും ആന്റിയോടും നേരിട്ട് കണ്ട് അതിന് മാപ്പ് പറയാൻ തന്നെയാണ് ഞാൻ വന്നതും. ജോബിൻ വരുമ്പോ ആന്റി തന്നെ പറഞ്ഞേക്കൂ, അവനെ വേദനിപ്പിച്ചതിന് ഞാൻ ഒരുപാട് സോറി പറഞ്ഞു എന്ന്. അലീന ഇവിടുന്ന് എങ്ങോട്ടാ പോകുന്നത്? ഒന്നും തീരുമാനിച്ചില്ല ആന്റി. വേറെ ഹോസ്പിറ്റലിൽ ട്രൈ ചെയ്യുന്നുണ്ട്. അത് നടന്നില്ലെങ്കിൽ പപ്പയോടൊപ്പം ലണ്ടനിലേക്ക് തന്നെ പോവും. അവിടെ പോയാ പിന്നെ ഒരു തിരിച്ചുവരവുണ്ടാവില്ല. ആന്റി, എന്റെ സെൽഫിഷ്നെസ് ആണെങ്കിൽ ക്ഷമിക്കണം. ചോദിക്കാൻ പാടുണ്ടോന്നറിയില്ല, എങ്കിലും ചോദിക്കാം. മാളുവിന്റെ ലൈഫ് അവളുടെ സ്വന്തം ഇഷ്ടത്തിന് തിരഞ്ഞെടുത്തത് കൊണ്ട് ജോബിന്റെ ജീവിതം അനാഥമായി പോകരുത്. നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ, പ്രത്യേകിച്ച് ജോബിന്, സ്നേഹക്കൂടുതൽ കൊണ്ട് ഞാൻ ചെയ്ത തെറ്റുകൾ ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെയൊക്കെ അനുവാദത്തോടെ ജോബിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ കൊള്ളാന്ന് എനിക്കുണ്ട്. മറുപടി ഇപ്പൊ പറയണ്ട. ജോബിനുമായി ആലോചിച്ച് ആന്റി സാവധാനം പറഞ്ഞാൽ മതി. ആ ഒരു മറുപടിയും കൂടി കിട്ടിയിട്ടേ തിരിച്ചു പോകുന്ന കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കുള്ളൂ. എങ്കിൽ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ ആന്റി. അമ്മച്ചി, ജോബിൻ വരുമ്പോ ഒന്ന് മനസ്സിൽ വെച്ചേക്കരുതെന്ന് പറയണം. എവിടെ പോയാലും ജോബിന് നല്ലൊരു ലൈഫ് കിട്ടണം. ശരി ആന്റി, ഇനി നിൽക്കുന്നില്ല.